2023 പുറത്തിറങ്ങിയ മിനി സീരീസ് റൊമാൻസ് ബിയോണ്ട് റൊമാൻസിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് യൂൻചെനിനോടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് സോങ് ബൈ ഷെൻചെനിനെ കടത്തിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ചിരിക്കുന്നതും യൂൻചെൻ അവളെ രക്ഷപ്പെടുത്തുവാൻ പുറപ്പെട്ടു ചെല്ലുന്നതുമായിരുന്നു. ഷെൻചെനിനെ മോശം രീതിയിൽ ചിത്രീകരിക്കുവാൻ സോങ് ബൈ ശ്രമം നടത്തി. ഷെൻചെൻ അതിനെ പ്രതിരോധിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോഴേക്കും യൂൻചെനും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. രക്ഷപ്പെട്ടു വന്ന ഷെൻചെനിനൊപ്പം യൂൻചെൻ അവിടെ നിന്ന് പോവാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ പേയാവോയെ കണ്ടു. അവൾ ഭയന്ന് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തന്റെ പിന്നാലെ കുറെ ആളുകൾ വരുന്നുണ്ട് എന്ന് പേയാവോ അവരോട് പറഞ്ഞു. പേയാവോയെ ഉപദ്രവിക്കാൻ വന്ന അവരെ യൂൻചെൻ നേരിട്ടു. ആ സമയം പേയാവോയും ഷെൻചെനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ എന്നിരുന്നാലും രണ്ടുപേർ അവരെ തടയാനായി എത്തിയിരുന്നു. പേയാവോവും ഷെൻചെനും പ്രേതങ്ങളെ പോലെ അഭിനയിച്ച് അവരുടെ അടുത്തെത്തി അവരെ കടന്നാക്രമിച്ചു. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടന്നു. പക്ഷേ പുറത്തെത്തിയപ്പോഴേക്കും സോങ് ബൈ അവരെ വീണ്ടും പിടികൂടിയിരുന്നു. യൂൻചെൻ അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് എത്തിയത്. യൂൻചെൻ അതിൽ ഇടപെടാൻ ശ്രമിച്ചു. സോങ് ബൈ ആയുധം ഉപയോഗിച്ച് യൂൻചെനിനെ പരിക്കേൽപ്പിച്ചു. കുഴഞ്ഞ യൂൻചെൻ താഴെ വീണു. പിന്നാലെ സോങ് ബൈ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പാൻ ഉപയോഗിച്ച് പേയാവോ സോങ് ബൈയുടെ തലക്കടിച്ചു വീഴ്ത്തി. തൊട്ടു പിന്നാലെ യൂൻചെൻ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. ഈ സമയം യൂൻചെൻ അവരെ രക്ഷിച്ച വിവരം വൈറലായ വാർത്തയായി മാറിയിരുന്നു. യൂൻചെന്നിന് വലിയൊരു ആരാധക കൂട്ടം തന്നെയുണ്ടായി. യൂൻചെന്നിനെ കാണുവാനും അവന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനുമായി നിരവധി പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി ആശുപത്രിയിലേക്ക് എത്തിത്തുടങ്ങി. കാര്യം മനസ്സിലായതും ഷെൻചെൻ തന്നെ അതിനൊരു സ്റ്റോപ്പിട്ടു. യൂൻചെൻ തന്റെ ഭർത്താവാണ് എന്നവൾ അനൗൺസ് ചെയ്തു. പിന്നീട് യൂൻചെൻ സുഖപ്പെട്ടപ്പോൾ ഷെൻചെനും യൂൻചെനും സംസാരിച്ചു. നടക്കുന്ന കാര്യങ്ങൾ ഷെൻചെൻ യൂൻചെന്നോട് പറഞ്ഞു. യൂൻചെൻ ആ സമയം ഷെൻചെനിന്റെ ഒരു തെറ്റിദ്ധാരണ തിരുത്തി കൊടുത്തു. ഒരിക്കൽ മദ്യപിച്ച് യൂൻചെനിനെ ഷെൻചെൻ തന്നോട് അടുപ്പിക്കുകയും അവർ ഒന്നിച്ചുറങ്ങുകയും ചെയ്തു എന്ന് ഷെൻചെൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ അന്ന് ഒന്നിച്ചുറങ്ങിയിരുന്നില്ലെന്നും താൻ പോവാൻ ശ്രമിച്ചപ്പോൾ ഷെൻചെൻ തന്നെ കെട്ടിപ്പിടിച്ച് ലോക്ക് ചെയ്ത് കിടത്തിയിരുന്നത് കൊണ്ട് മാത്രമാണ് താൻ അന്ന് അവിടെ കിടന്നുറങ്ങിയിരുന്നത് എന്നും അവൻ വ്യക്തമാക്കി. അവർക്കിടയിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല എന്നും അവൻ പറഞ്ഞു. തന്നെ രക്ഷപ്പെടുത്തിയതിനും മറ്റും ഷെൻചെൻ യൂൻചെന്നോട് നന്ദി പറഞ്ഞു. പിന്നാലെ ഒരു ഡിന്നറിന് അവനെ ക്ഷണിക്കുകയും ചെയ്തു. അവർ കാറിൽ ഒന്നിച്ചായിരുന്നു ഡിന്നറിന് പോയത്. യൂൻചെന്നോട് തനിക്കൊരു ഇഷ്ടം തോന്നുന്നത് ഷെൻചെൻ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊന്നിച്ച് ഒരു റെസ്റ്റോറന്റിലെത്തി. ഷെൻചെൻ അവിടെ ഇരിക്കുമ്പോൾ യൂൻചെന്നോട് താൻ തന്റെ സ്റ്റുഡന്റ് കാലത്ത് ഇവിടെ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. മുമ്പ് താൻ ഇവിടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു എന്നായിരുന്നു അവന്റെ മറുപടി. ആ സമയമായിരുന്നു രണ്ട് ലവേഴ്സ് ഒരുപാട് കെയർ ചെയ്ത് ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പുസ്തകം ഷെൻചെൻ കാണുന്നത്. ആക്സിഡന്റിന് മുമ്പ് യൂൻചെൻ അത് വായിച്ചിരിക്കുകയായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് തങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് യൂൻചെൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ഷെൻചെൻ പറഞ്ഞു. പക്ഷേ യൂൻചെൻ വ്യക്തമാക്കി തന്റെ ഓർമ്മക്കുറവൊന്നും നിന്നെ ഞാൻ പ്രണയിക്കുന്നു എന്നുള്ളത് ഇല്ലാതാക്കുന്നില്ല. ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നത് എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. തന്റെ പ്രണയത്തിന്റെ കാര്യം അവൻ ഉറച്ചു പറഞ്ഞു. അവൾ അവനെ ഹക്ക് ചെയ്യുകയുമുണ്ടായി. തങ്ങളുടെ കമ്പനി തുടങ്ങാൻ പോകുന്ന ഒരു പ്രൊജക്ടിന്റെ കാര്യം ആ സമയം യൂൻചെൻ ഷെൻചെന്നോട് പറഞ്ഞു. അതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു പാർട്ടി നടത്താൻ പോകുന്ന കാര്യവും അറിയിച്ചു. അടുത്ത ദിവസം ഷെൻചെൻ പോയി പാർട്ടിക്ക് പോകുവാൻ ഒരു വസ്ത്രമെടുത്തു. രാത്രിയിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. ഷെൻചെനും യൂൻചെനും പാർട്ടിയിലേക്ക് എത്തി. ആ പാർട്ടിയിൽ ഷെൻചെനിന്റെ ഫോർമർ മാനേജർ ആൻലുവും എത്തിച്ചേർന്നിരുന്നു. പബ്ലിക്കായി ആൻലു ഷെൻചെനിനെ കളിയാക്കാനും മറ്റും തുടങ്ങി. ദേഷ്യം വന്ന ഷെൻചെൻ ആൻലുവിന് നേരെ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉടൻ ആൻലു പറഞ്ഞു, ഈ ബിസിനസ്സിൽ പങ്കാളിയാകുന്നത് എന്റെ അടുത്ത റിലേറ്റീവ് ആണ്. നിനക്കെന്താ ഇതില്ലാതാക്കണോ? അത് പെട്ടെന്ന് ഷെൻചെനിനെ തണുപ്പിച്ചു. ആൻലുവിനെതിരെയുള്ള നീക്കം അവൾ തന്നെ സമാധാനിപ്പിച്ചു നിർത്തി. ഇതൊക്കെ യൂൻചെൻ കാണുന്നുണ്ടായിരുന്നു. ഷെൻചെനിനെ അപമാനിക്കാൻ ആൻലു ശ്രമിക്കുന്ന കണ്ടതും യൂൻചെൻ കടന്നെത്തുകയും ഷെൻചെനിന്റെ ദേഹത്തേക്ക് ഒഴിക്കാൻ പോയ ആൻലുവിന്റെ ഡ്രിങ്ക് എടുത്ത് അവളുടെ ദേഹത്തേക്ക് തന്നെ ഒഴിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഗസ്റ്റുകളുടെ ഫോണിലേക്ക് യൂൻചെൻ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തു. പണ്ട് ആൻലുവിന്റെ ഉദ്ദേശത്തിൽ ഷെൻചെനിനെ ചൂഷണം ചെയ്യാനെത്തിയ പ്രൊഡ്യൂസേഴ്സിന്റെ കൺഫെഷൻ ആയിരുന്നു അത്. അവരുടെ ക്ഷമാപണം. ആൻലുവാണ് ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതെന്നും ഷെൻചെനിനെ ലീഡ് റോൾ നേടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയി പെടുത്തുകയായിരുന്നു എന്നുമൊക്കെ അതിലുണ്ടായിരുന്നു. അതോടെ ഷെൻചെനിനെതിരെയുള്ള ആരോപണങ്ങൾ നേരെ ആൻലുവിന്റെ നേരെ തിരിഞ്ഞു. ആൻലു കുറ്റവാളിയെ പോലെ നിന്നു. ദേഷ്യം പിടിച്ച ആൻലു ആകട്ടെ യൂൻചെനിനൊപ്പം ഇനി ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല എന്ന തരത്തിൽ വാദിച്ചു. ഷെൻചെൻ അത് കേട്ടൽപ്പം
വറീഡായിരുന്നു. പക്ഷേ തനിക്ക് ഷെൻഷനേക്കാൾ വലുതല്ല ഒരു ബിസിനസ്സും എന്നായിരുന്നു യൂൻചന്റെ മറുപടി. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് പേയാവോക്കൊപ്പം ആൻലുവിന്റെ ഗോഡ്ഫാദർ കടന്നു വന്നു. അവർ ഒരു വെൽത്തി ഫാമിലിയിലെ മെമ്പർ ആയിരുന്നു. ആൻലുവിന്റെ സ്വഭാവത്തിന് അദ്ദേഹം അവരോട് ക്ഷമ ചോദിച്ചു. ശേഷം പേയാവോയും യൂൻചനും ഷെൻഷനും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. യൂൻചന്റെ കമ്പനിയിൽ താനും തന്റെ ഫാമിലിയും ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പേയാവോ ആ സമയം പറഞ്ഞു. പേയാവോയുടെ ഇൻവെസ്റ്റ്മെന്റോടെ പ്രൊജക്ട് ഓണാക്കുവാൻ യൂൻചനിന് സാധിക്കുമായിരുന്നു. അന്ന് പാർട്ടി കഴിഞ്ഞപ്പോൾ യൂൻചനും ഷെൻഷനും ഒന്നിച്ചിരുന്ന് മുത്തശ്ശിക്കായി അവർ ഷൂട്ട് ചെയ്ത ഹാപ്പി കപ്പിൾസ് വീഡിയോസ് കാണാൻ തുടങ്ങി. ആ സമയം യൂൻചൻ ഷെൻഷനോട് അവളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ അവളുടെ കൂടെ താനുണ്ടാകും എന്ന് പറഞ്ഞു. ഷെൻഷനിന് എന്തോ വല്ലാത്ത സന്തോഷം തോന്നി. അവൾ അവനെ ചുംബിച്ചു. പക്ഷെ അവർ ചുംബിച്ചുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് മോയിൻ കടന്നു വന്നു. യൂൻചന്റെ മുൻകാല ഗേൾഫ്രണ്ടാണ് എന്ന് പത്രങ്ങളൊക്കെ ആഘോഷിച്ച വ്യക്തിയായിരുന്നു മോയിൻ. അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്നൊരുപാട് റൂമേഴ്സും ഉണ്ടായിരുന്നു. മോയിൻ വിദേശത്തേക്ക് പഠിക്കാൻ പോയതിനു ശേഷമായിരുന്നു അതൊക്കെ കെട്ടടങ്ങിയത്. മോയിൻ ഓടി വന്ന് യൂൻചനോട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളെ അകറ്റി നിർത്താനായിരുന്നു യൂൻചൻ ശ്രമിച്ചത്. പിന്നാലെ അങ്ങോട്ടേക്ക് പത്രക്കാരും മറ്റും പാഞ്ഞെത്തി. പിന്നാലെ യൂൻചനോട് ഷെൻഷനും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ യഥാർത്ഥത്തിൽ മാരീഡ് ആണെന്ന് പറയുന്നത് സത്യമാണോ? അതോ മോയിൻ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആണ് എന്നുള്ളതാണ് സത്യമോ എന്നൊക്കെ ചോദ്യശരങ്ങൾ ഉന്നയിക്കാൻ ആരംഭിച്ചു. ചോദ്യങ്ങളൊക്കെ കേട്ടതും ഷെൻഷൻ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. അവൾ അവിടെ നിന്ന് പോന്നു. കഥയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. പണ്ട് മോയിൻ സ്റ്റേജ് പെർഫോമൻസുകളൊക്കെ നടത്തുമ്പോൾ ആ ഷോകളിലൊക്കെ യൂൻചനും കാണാനായി ചെന്നിരുന്നു. അത്തരത്തിലായിരുന്നു യൂൻചനും മോയിനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് റൂമേഴ്സ് പരന്നതും പത്രക്കാർ അത് ആഘോഷിച്ചതും. പിന്നീട് ഷെൻഷനും യൂൻചനും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന കോൺട്രാക്ട് ഉണ്ടാക്കിയ സമയത്ത് മോയിന്റെ പരിചയക്കാരിയായ യൂൻചന്റെ കമ്പനിയിലുള്ള ഒരു പെൺകുട്ടി അത് വീഡിയോ പകർത്തി മോയിന് അയച്ചു കൊടുത്ത് അറിയിച്ചിരുന്നു. അവളായിരുന്നു അത് പ്രസിനെ അറിയിച്ച് ഷെൻഷൻ മോയിന്റെ റീപ്ലേസ്മെന്റ് ആണ് എന്ന തരത്തിലൊക്കെ വാർത്ത പരത്തിയത്. ഷെൻഷനെ യൂൻചൻ ഒഴിവാക്കുമെന്നും മോയിനുമായി വീണ്ടും ഒന്നുചേരുമെന്നും അവൾ പിന്നീട് വാർത്ത പ്രചരിപ്പിച്ചു. അങ്ങനായിരുന്നു ഇപ്പോൾ അങ്ങോട്ടേക്ക് മോയിൻ എത്തിച്ചേർന്നിരുന്നത്. പത്രത്തിലൊക്കെയും പ്രചരിക്കപ്പെട്ടതോടെ ഷെൻഷൻ പോകുന്നിടത്തൊക്കെ അവൾ കളിയാക്കപ്പെടാനും അപമാനിക്കപ്പെടാനും തുടങ്ങി. അവൾ തന്റെ ദുഃഖവുമായി മുമ്പോട്ടു പോയി. ആ ഒരു സമയത്ത് ഷെൻഷനെ അന്വേഷിച്ച് യൂൻചൻ എത്തിച്ചേർന്നു. യൂൻചനെ കണ്ടതും ഷെൻഷന് സമാധാനം തോന്നിയിരുന്നു. തന്റെ മനസ്സിലെ ഫീലിംഗ്സ് യൂൻചനോട് ഷെൻഷൻ എന്ന് തുറന്നു പറഞ്ഞു. ഷെൻഷന്റെയും യൂൻചനിന്റെയും കോൺട്രാക്ട് മാരേജിന്റെ കാര്യം അതിനോടകം വെളിയിൽ വന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ യൂൻചനിന്റെ വീട്ടിൽ നിന്ന് പോകുവാൻ ഷെൻഷൻ തീരുമാനിച്ചു. അവളത് യൂൻചനുമായി പങ്കുവെച്ചു. പക്ഷേ യൂൻചൻ ആ സമയം ഒരു വീഡിയോ അവളെ കാട്ടി. മുമ്പ് അവൾ പറഞ്ഞ വാക്കുകളായിരുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഓർമ്മ കിട്ടും വരെ യൂൻചനിന്റെ കൂടെ തന്നെ അവളുണ്ടാകും എന്ന് പറഞ്ഞതായിരുന്നു അത്. പിന്നാലെ യൂൻചൻ തന്റെ ഉള്ളിൽ ഷെൻഷനോടുള്ള സ്നേഹത്തെപ്പറ്റി അവളോട് തുറന്നു പറഞ്ഞു. അവളുടെ കവിളിൽ ചുംബിച്ച് അവൻ ഓഫീസിലേക്ക് പോയി. പിന്നാലെ പേയാവോയുടെ ഫോൺ കോൾ ഷെൻഷനെ തേടിയെത്തി. ഷെൻഷൻ കാരണമാണ് താനും യൂൻചനും തമ്മിലുള്ള ബന്ധം അവസാനിച്ചത് എന്ന് മോയിൻ പ്രസിനോട് പറഞ്ഞതിനൊക്കെ പിന്നാലെ യൂൻചനിന്റെ കമ്പനിയിൽ അതിനെപ്പറ്റി ചില പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഫോൺ കോൾ വന്നതിന് പിന്നാലെ ഷെൻഷൻ മോയിനെ തിരഞ്ഞിറങ്ങി. മോയിനെ നേരിൽ കണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നും വാൺ ചെയ്തു. അന്ന് വൈകുന്നേരം മോയിനും ഷെൻഷനും നേർക്കുനേരെ വന്നു. യൂൻചനിന്റെ ഭാര്യ മോയിനാണ് എന്ന തരത്തിൽ രണ്ടുപേർ മോയിനെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ആ സമയം മോയിൻ സത്യം പറഞ്ഞു. യൂൻചനിന് ഒരിക്കൽ പോലും തന്നോട് റൊമാൻസോ ഫീലിംഗ്സോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും താനാണ് യൂൻചനിനെ കരസ്ഥമാക്കാൻ നുണകളുമായി രംഗത്ത് വന്നത് എന്നുമായിരുന്നു അത്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയായിരുന്നു. മുമ്പ് ഷെൻഷൻ റെസ്റ്റോറന്റിൽ വെയിട്രസായി ജോലി നോക്കുന്ന സമയം അന്ന് യൂൻചൻ അവിടെ ഫ്രീക്വന്റ് കസ്റ്റമർ ആയിരുന്നു. അന്നവൻ വലിയ നിലയിലേക്ക് ഉയർന്നിട്ടൊന്നുമില്ല. ഒരു സാധാരണക്കാരൻ കഫേയിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഭക്ഷണം നെഗ്ലക്ട് ചെയ്യൽ അവന്റെ സ്ഥിരം പരിപാടിയായിരുന്നു. ഷെൻഷൻ അത് ശ്രദ്ധിക്കുകയും അവനെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെൻഷനെ യൂൻചൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. പിന്നീട് ബിസിനസ് ഒക്കെ വളർന്ന് സമ്പന്നനായ ശേഷം ഷെൻഷനെ അന്വേഷിച്ച് യൂൻചൻ അതേ കഫയിലെത്തിയെങ്കിലും ഷെൻഷൻ അവിടം വിട്ടുപോയി എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. അവൾ ഒരു ആക്ട്രസ് ആവാൻ ശ്രമിക്കുന്നു എന്നും അവൻ അറിഞ്ഞു. പിന്നീട് ഷെൻഷനിന്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാനായി അവൻ പോയി തുടങ്ങി. ആ കൂട്ടത്തിൽ ആ പ്രോഗ്രാമിൽ മോയിനും ഉണ്ടായിരുന്നു. മോയിൻ പക്ഷേ ആദ്യമേ യൂൻചനെ തിരിച്ചറിഞ്ഞു. കൂട്ടത്തിലെ ഫേമസ് ആക്ട്രസ് മോയിൻ ആയതുകൊണ്ട് തന്നെ യൂൻചൻ തന്നെ കാണാനാണ് വരുന്നത് എന്നും അവൾ വിലയിരുത്തി. ഒരു ഷോക്ക് ശേഷം മോയിൻ യൂൻചനിന്റെ അടുത്തെത്തി അവനെ എതിരിട്ടു. തന്നെ കാണാൻ
കാണാനല്ലേ വന്നതെന്ന് ചോദിച്ചു. അല്ലെന്നും താൻ ഷെൻഷനെ കാണാനാണ് വന്നത് എന്നുമായിരുന്നു യൂൻചെനിന്റെ മറുപടി. അത് മോയിനെ രോഷം പിടിപ്പിച്ചു. അവിടെ ഒരു ഫോട്ടോഗ്രാഫറെ കണ്ടേ അവൾ യൂൻചെന്റെ അടുത്ത് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. പ്രസ്സിന് അതോടെ ഒരു വാർത്ത ലഭിക്കുകയായിരുന്നു. പിന്നീട് അവരെപ്പറ്റി ഗോസിപ്പുകൾ പരന്നു. അങ്ങനായിരുന്നു മൊയ്യനും യൂൻചെനും റിലേഷനിലാണ് എന്ന് ഏവരും വിശ്വസിക്കാൻ തുടങ്ങിയത്. പിന്നീട് പൂൾ സ്കാൻഡൽ സംഭവിച്ചപ്പോഴായിരുന്നു ഷെൻഷനിന്റെ അവസ്ഥയെപ്പറ്റി യൂൻചെൻ മനസ്സിലാക്കുന്നത്. അവളുടെ സഹോദരിയെ പറ്റിയും അവസ്ഥയെപ്പറ്റിയും അന്വേഷിച്ചറിഞ്ഞ യൂൻചെൻ അവളോട് അടുക്കുവാൻ കോൺട്രാക്ട് മാരേജിന്റെ കാരണമുണ്ടാക്കി അവൾക്കരികിലേക്ക് എത്തുകയായിരുന്നു. മോയിന്റെ തുറന്നു പറച്ചിലുകളോടെ യൂൻചെൻ പണ്ട് തൊട്ടേ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നെന്നും തന്നോട് അടുക്കുവാൻ തന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയായിരുന്നുവെന്നും ഷെൻഷൻ തിരിച്ചറിഞ്ഞു. അതോടെ ധൃതിയിൽ ഷെൻഷൻ യൂൻചെനിനെ തിരക്കിപ്പോയി. മോയിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയ ആളുകൾ പിന്നാലെ പ്രസ്സിനെ വിളിച്ചുകൊണ്ടുവന്നു. മോയിന്റെ യഥാർത്ഥ രൂപം പ്രസ്സിന് മുമ്പിൽ വെച്ച് അവർ വെളിപ്പെടുത്തി. മോയിന്റെ തുറന്നു പറച്ചൽ വീഡിയോയും പ്രസ്സിന് അവർ കൈമാറുകയും ചെയ്തു. തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, പബ്ലിക് അറ്റൻഷനു വേണ്ടി യൂൻചെനിനെ താൻ ഉപയോഗിക്കുകയായിരുന്നു എന്ന് മോയിന് പ്രസ്സിന് മുമ്പിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. കാര്യങ്ങളൊക്കെ അങ്ങനെ സോൾവ് ആവുകയായിരുന്നു. ഒടുവിൽ അന്വേഷിച്ച് ഷെൻഷൻ യൂൻചെന്റെ മുമ്പിലെത്തി. അവൾ അപ്പോൾ ഒരു വേദിയിൽ നിൽക്കുകയായിരുന്നു. ആ സമയം ഒരു സ്റ്റേജ് ലാമ്പ് കെട്ടുപൊട്ടി അവളുടെ ദേഹത്തേക്ക് വീഴുവാൻ പോയി. അത് കണ്ട് യൂൻചെൻ അവളെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ ശ്രമത്തിനിടയിൽ ആ ലാമ്പ് അവന്റെ തലയിൽ തന്നെ വന്ന് പതിച്ചിരുന്നു. യൂൻചെൻ വീണ്ടും ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. അവന്റെ ഓർമ്മകളും മുഴുവനായും നഷ്ടപ്പെട്ടിരുന്നു. ഷെൻഷൻ പക്ഷേ അവനെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. അവന്റെ കൂടെ നിന്ന് തന്നെ ഓർക്കുന്നവരെ അവനെ അവന്റെ മെമ്മറി ലൈനിലേക്ക് തിരികെ എത്തിക്കാൻ അവൾ ശ്രമിച്ചു. ഒടുവിൽ ശ്രമം വിജയിച്ചു. യൂൻചെനിന് ഓർമ്മകൾ തിരികെ കിട്ടി. സുഖപ്പെട്ട് കഴിഞ്ഞ ശേഷം യൂൻചെൻ ഷെൻഷനെ ഒഫീഷ്യലായി പ്രപ്പോസ് ചെയ്തു. ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ കഴിയുവാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. സന്തോഷത്തോടെ ഷെൻഷനും പ്രപ്പോസൽ സ്വീകരിച്ചു. അവരുടെ ജീവിതത്തിന്റെ സന്തോഷ കാലയളവ് അവിടെ തുടങ്ങുകയായിരുന്നു. നാളുകൾ കടന്നുപോയി. ട്രീറ്റ്മെന്റിലൂടെ ഷെൻഷന്റെ സഹോദരി സുഖപ്പെട്ടു. അവരുടെ ജീവിതം ഇന്നത്തെക്കാളും ഉപരിയായി മുമ്പോട്ട് സന്തോഷത്തോടെ പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ഒരു ടെസ്റ്റ് സംഭവിക്കുന്നത്. താൻ അത്രനാളും ജീവിച്ച ഓർമ്മകൾ അത്രയും മിന്നിമായുന്ന പോലെ ഷെൻഷനിന് തോന്നാൻ തുടങ്ങി. കണ്ണു തുറക്കുമ്പോൾ അവൾ ആശുപത്രിയിലായിരുന്നു. തന്റെ കാൽച്ചൂട്ടിൽ തന്റെ കഥയിലെ കഥാപാത്രങ്ങളായുണ്ടായിരുന്ന പലരും കാൽച്ചൂട്ടിൽ നിൽക്കുന്നതായി അവൾ നോക്കിക്കണ്ടു. കണ്ണ് തുറന്നപാടെ അവൾ ചോദിച്ചത് യൂൻചെനിനെ പറ്റിയായിരുന്നു. അവിടെ വെച്ച് കുറെ കാര്യങ്ങൾ വ്യക്തമാകുന്നു. യാഥാർത്ഥ്യത്തിൽ ഷെൻഷൻ അത്രനാളും കോമയിലായിരുന്നു. കോമയിൽ കിടന്ന് അവൾ കണ്ട കാര്യങ്ങളായിരുന്നു കഥയെന്ന പോലെ അവൾക്കുള്ളിൽ ഓടിക്കൊണ്ടിരുന്നത്. ഷെൻഷൻ നടിയൊന്നുമല്ല, റൊമാൻസ് ലിറ്ററേച്ചർ ഒക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അവളൊരു റെസ്റ്റോറന്റിൽ വെയിട്രസായി ജോലിയും നോക്കിയിരുന്നു. അവിടെ വെച്ചിട്ടായിരുന്നു അവൾ യൂൻചെനിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. യൂൻചെൻ ബിസിനസ്സുകാരനായിരുന്നില്ല, ഒരു ആപ്പ് ഡെവലപ്പർ ആയിരുന്നു. തുടർച്ചയായി റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട് അവർ പ്രണയത്തിലായി. അവർ പിന്നീട് കപ്പിൾസ് ആവുകയും വിവാഹം കഴിക്കുകയും സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ ഉറങ്ങുമ്പോൾ ഭൂമി കുലുക്കമുണ്ടായി. അവർ കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ടു. അവിടെ നിന്നും ആരെങ്കിലും അവരെ വന്ന് രക്ഷപ്പെടുത്തണമായിരുന്നു. രക്ഷപ്പെടുന്നവരെ മെമ്മറിയെ ഡിസ്ട്രാക്ട് ചെയ്ത് നിർത്തുവാൻ ഷെൻഷൻ ഒരു കഥ മെനഞ്ഞു. ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി. അത് യൂൻചെനുമായും പങ്കുവെച്ചു. കഥ മെനഞ്ഞപ്പോൾ ജീവിതത്തിലെ ചില സംഭവങ്ങളും ഷെൻഷൻ അതിൽ കൂട്ടിച്ചേർത്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ നാളുകൾ ജീവൻ പിടിച്ചുവെക്കുവാൻ അവർക്ക് കഴിഞ്ഞു. തന്റെ ഫ്രണ്ട്സിനെ ആയിരുന്നു ഷെൻഷൻ കഥയിൽ ക്യാരക്ടേഴ്സായി കൊണ്ടുവന്നതും. ബിൽഡിങ്ങിനടിയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ ഒരുപാട് സമയം തന്നെ എടുത്തിരുന്നു. അങ്ങനായിരുന്നു അവർ കോമ സ്റ്റേജിൽ പെട്ടുപോയതും. ബോധത്തിലേക്ക് വന്ന ഷെൻഷൻ ഒക്കെ അറിഞ്ഞതും യൂൻചെനെ കാണുവാൻ അടുത്തുള്ള മുറിയിലേക്കൂടി. യൂൻചെനെ കണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അപകടത്തിൽ യൂൻചെനിന്റെ ഒരു കാൽ മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. യൂൻചെൻ ഇപ്പോൾ കോമയിലുമാണ്. യൂൻചെനിന്റെ കൂടെ നിന്ന് അവനെ പരിപാലിക്കുവാൻ ഷെൻഷൻ തീരുമാനിച്ചു. നാളുകൾ വീണ്ടും കടന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം കോമയിൽ കിടന്നിരുന്ന യൂൻചെൻ തന്റെ വിരലനക്കി. ജീവിതത്തിലേക്ക് യൂൻചെൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.